ഹലോ ചെങ്ങായിമാരെ, വെൽക്കം ടു ഫ്രെയിംസ് ആൻഡ് ഫ്ലേവേഴ്സ്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നില്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണേ. കൂടുതൽ രുചികരമായ വിഭവങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ ഐക്കണിൽ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി ഞാൻ ഇവിടെ 1/2 കിലോ ചിക്കൻ എടുക്കുന്നുണ്ട്. ഇനി ഇതിൽ കുറച്ച് മസാല ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അതിനായി ഞാൻ ഇവിടെ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. ഇനി വേണ്ടതാണ് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും. 1 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഒരു 1/2 മുതൽ 3/4 മണിക്കൂർ വരെ വെക്കുന്നത് നല്ലതായിരിക്കും. എല്ലാം നല്ലതുപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി അടുപ്പത്തൊരു ചട്ടി വെച്ച് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 10 മുതൽ 15 വരെ ചെറിയ ചുവന്ന ഉള്ളി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളിന്റെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. ചെറിയ ഉള്ളിന്റെ കളർ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഇഞ്ചിയും 5-6 വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇഞ്ചിന്റെയും വെളുത്തുള്ളിന്റെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. പച്ചമണം മാറുന്ന സമയത്ത് ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം നല്ലതുപോലെ ആയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ചിക്കനിൽ നല്ലതുപോലെ മസാല ചേർന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കണം. ഇനി തക്കാളിയും ചിക്കനും ഒക്കെ നന്നായി ഒന്ന് വെന്ത് വരട്ടെ. നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ചിക്കനിൽ നിന്നും അത്യാവശ്യം വെള്ളം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് മസാലകൾ കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ്. അതിനുവേണ്ടി ഞാനിവിടെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടതാണ് വെറും 1/2 ടീസ്പൂൺ മുളക് പൊടി. ഫ്ലെയിം ലോയിൽ വെച്ച് തന്നെ പൊടികൾ ചേർക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചേക്കണം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. ഇനി ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഗ്രേവി അത്യാവശ്യത്തിന് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടതാണ് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കണം. ഓയിലൊക്കെ നന്നായി തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് വറ്റിക്കോട്ടെ. ഗ്രേവിയൊക്കെ നന്നായി തിക്കായിട്ടുണ്ട്. ഈ സമയത്ത് കറിവേപ്പില കൂടി ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ഈ കറി നാടൻ ചിക്കനിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും രുചി. എനിക്കിവിടെ നാടൻ കോഴി കിട്ടാനില്ല, അതുകൊണ്ടാണ് ഞാൻ ബ്രോയിലർ യൂസ് ആക്കിയത്. വളരെ ഈസി ആയിട്ടൊരു ചിക്കൻ കറി റെഡിയായില്ലേ? ഇതുപോലെ ഒരു തവണ ചിക്കൻ കറി നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയണേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. രുചികരമായ റെസിപ്പിക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് ഞാൻ വരാം. അപ്പോൾ ശരി.